പി അജിത് കുമാർ. എന്തിനാണ് RSS നേതാവിനെ കണ്ടത്? എന്തിനാണ് ദത്താത്രേയ ഹൊസബളയെ കണ്ടത്? എന്തിനാണ് റാം മാധവനെ കണ്ടത്? ഒരു കൈയിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളിവാളും മറുകൈയിൽ കഠാരയും രണ്ടും കൊടുത്ത് ഈ രാജ്യത്തെ സവർണ ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ, മതേതരത്വം ഇല്ലാതാക്കാൻ ആയുധ പരിശീലനം നടത്തുന്ന, പദസഞ്ചലനം നടത്തുന്ന RSSന്റെ നേതാവ് ഹൊസബളെ, ദത്താത്രേയ ഹൊസബളെ എന്തിനാണ് ADGP കണ്ടത്? ആർക്കു വേണ്ടിയാണ് കണ്ടത്? എല്ലാവർക്കും അറിയാം. പിണറായി വിജയന്റെ ദൂതമായിട്ടാണ് പോയത്. റാം മാധവനെ കണ്ടത് ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക്, അദ്ദേഹത്തിന്റെ ഓഫീസർക്ക് RSSുമായിട്ട് ബന്ധം, ദത്താത്രേയ ഹൊസബളയുമായിട്ട് ബന്ധം. നിങ്ങൾ ആലോചിക്കണം. ഇന്ന് കേരളത്തിൽ ഒരു അവിശുദ്ധ ബന്ധം RSSും മാർക്സിസ്റ്റ് പാർട്ടിയുമായി, മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ട് ഒരു അവിഹിത ബന്ധം, ഒരു അവിശുദ്ധ ബന്ധം, ഒരു നെക്സസ്. ആ നെക്സസ് ആണ് രാഹുൽ ഗാന്ധിക്കെതിരെ, ആ നെക്സസ് ആണ് ഇന്ത്യ മുന്നണിക്കെതിരെ, ആ നെക്സസ് ആണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പ്രവർത്തിക്കുന്നത്. ആ നെക്സസിനെ പരാജയപ്പെടുത്തണം. നമുക്കറിയാം, വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായി, സമാനതകളില്ലാത്ത ദുരന്തം. രണ്ട് പ്രദേശങ്ങൾ മുഴുവൻ ഒഴുകിപ്പോയി. ശ്രീ രാഹുൽ ഗാന്ധി ആ വാർത്ത അറിഞ്ഞ് പ്രിയങ്ക ഗാന്ധിയോടൊപ്പം, KC വേണുഗോപാലിനൊപ്പം ഞങ്ങൾ 5 എംപിമാരാണ് രാഹുൽ ഗാന്ധിയെ അനുധാവനം ചെയ്തത്. അതിൽ പ്രിയങ്ക ഗാന്ധിയുണ്ട്, അതുപോലെ തന്നെ KC വേണുഗോപാലുണ്ട്, ഞാനുണ്ട്, ET മുഹമ്മദ് ബഷീറുണ്ട്, ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, NK പ്രേമചന്ദ്രനുണ്ട്. 2 ദിവസം ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ മുഴുവൻ പോയി. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാവരെയും കണ്ടു, അവരുടെ ദുഃഖങ്ങളൊക്കെ പങ്കുവച്ചു, അവരെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിന് വേണ്ടി, ദുരന്തബാധിതർക്ക് വേണ്ടി 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. കർണാടകത്തിലെ മുഖ്യമന്ത്രി 100 വീട്. നിങ്ങൾ ആലോചിക്ക്, രാഹുൽ ഗാന്ധിയാണ് ആ ദുരന്ത മേഖല ആദ്യമായി സന്ദർശിച്ചത്. പ്രിയങ്ക ഗാന്ധിയാണ് ആദ്യമായി സന്ദർശിച്ചത്. പിന്നെപ്പോഴാ മുഖ്യമന്ത്രി വന്നത്? പിന്നെപ്പോഴാ മന്ത്രിമാർ വന്നത്? ഇത്രയും ദിവസമായിട്ട് പ്രധാനമന്ത്രി വന്നിട്ട് അദ്ദേഹം തിരിച്ചു പോയിട്ട് വയനാട്ടുകാരോടൊപ്പം നിന്ന് അദ്ദേഹം ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് എന്ത് പ്രഖ്യാപനമാണ് ഈ വയനാട് വേണ്ടി അദ്ദേഹം ചെയ്തത്? എന്തെങ്കിലും ഈ ദുരന്തബാധിതർക്ക് വേണ്ടി ചെയ്തു? ഇപ്പോഴും 45ഓളം ശവശരീരങ്ങൾ കിട്ടാനുണ്ട്. നിങ്ങൾക്കറിയാം, കർണാടകത്തിൽ ശിരൂർ, കേരളത്തിന്റെ പുത്രൻ, ഒരു ലോറി ഡ്രൈവർ അർജുനൻ, അദ്ദേഹത്തെ കാണാതെ പോയി. കോടാനുകോടി രൂപയല്ലേ ചെലവാക്കിയത് കർണാടക സർക്കാർ? എത്ര കോടി ചെലവാക്കി കർണാടക സർക്കാർ? കോടികൾ ചെലവാക്കിയത് എന്തിനാ? ഒരേ ഒരു ജീവൻ രക്ഷിക്കാൻ. തെരച്ചിൽ നിർത്തിയോ? നിർത്തിയില്ല. അർജുനന്റെ മൃതശരീരം കണ്ടെടുക്കുന്നതുവരെ, അർജുനന്റെ ലോറി കണ്ടെടുക്കുന്നതുവരെ ആ കുടുംബത്തോട് നീതി പുലർത്താൻ കർണാടക ഗവൺമെന്റ് ഒരു വ്യക്തിക്ക് വേണ്ടി കോടികൾ ചെലവാക്കി. വയനാടിൽ ഇനിയും ഒരുപാട് ആളുകളുടെ മൃതശരീരം കിട്ടാറുണ്ട്. ഇന്നും ആളുകൾ പറയുന്നു ഒരുപാട് ആളുകൾ മരിച്ചുപോയി, അവരെവിടാണെന്ന് അറിയില്ല. അവരുടെ മരണാനന്തര കർമ്മം നടത്തണമെങ്കിൽ അവർ മരിച്ചു എന്ന് പറയണ്ടേ? എന്തേ കേരള മുഖ്യമന്ത്രി നിങ്ങൾ അന്വേഷണം നിർത്തി? എന്തേ നിങ്ങൾ തെരച്ചിൽ നിർത്തി? ബാക്കിയുള്ള ശവശരീരങ്ങൾ കണ്ടെടുക്കണ്ടേ? ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണ്ടേ? എത്ര കോടി ചെലവാക്കിയാലും മരിച്ചവരുടെ മൃതശരീരം കണ്ടെടുക്കാൻ കേരള ഗവൺമെന്റ് ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റിയോ? നിങ്ങൾ ആലോചിക്കണം. ഒരിക്കലും നിറവേറ്റിയിട്ടില്ല. കർണാടകത്തിലെ ഗവൺമെന്റ് ശിരൂരിൽ അർജുനന്റെ മൃതശരീരം തിരയുന്ന നടപടി
പ്രതികൂല കാലാവസ്ഥയിൽ കുറച്ചു സമയം നിർത്തിവെച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ നാവായ മരുമകൻ മുഹമ്മദ് റിയാസ് പരസ്യമായി കർണാടക ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി. പക്ഷേ ഇന്ത്യ മൊത്തം കർണാടക ഗവൺമെന്റിനെ അഭിനന്ദിച്ചപ്പോൾ കർണാടകത്തിലെ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും കുറ്റപ്പെടുത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിയും മരുമകനും തയ്യാറായി. ക്ഷീരമുള്ളവർ അകടിച്ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം. അപ്പോഴും രാഷ്ട്രീയമാണ് പ്രശ്നം. കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് സിദ്ധാരാമയ്യ ഒരു ജീവൻ രക്ഷിക്കാൻ കോടികൾ ചെലവാക്കി തെരച്ചിൽ നടത്തി. അവസാനം ആ കോടി കണ്ടെത്തി, അദ്ദേഹത്തെ കണ്ടെത്തി, അതുപോലെ തന്നെ ലോറി കണ്ടെത്തി. ആ മൃതശരീരം ഔദ്യോഗികമായി അവിടെ കൊണ്ടുപോയി സംസ്കരിച്ചു. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് കോടികൾ ചെലവാക്കിയപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഭരണകൂടമേ, നിങ്ങളുടെ കാല് പിടിച്ചു പിടിച്ച ജനങ്ങൾ പറയുന്നു മരിച്ചവരെ മുഴുവൻ കണ്ടെത്തണം, മണ്ണിന്റെ അടിയിൽ നിന്നവരെ പൊക്കിയെടുക്കണം, അവരുടെ കുടുംബത്തിന്റെ കടമയിൽ കൊടുക്കണം, അവരെ ആസ്വദിപ്പിക്കണം. അതിനെന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല? എന്തുകൊണ്ടാണ് തയ്യാറാകുന്നത്? പ്രധാനമന്ത്രി ഈ നിമിഷം വരെ ₹1 വയനാട് പാക്കേജിന് വേണ്ടി കൊടുത്തിട്ടില്ല. ബിജെപിക്കാർ പറയുന്നു മുഖ്യമന്ത്രി ചോദിച്ചത് കൂടിപ്പോയത് മൊത്തം കൊടുക്കണ്ടല്ലോ. വയനാട് വന്ന പ്രധാനമന്ത്രി കണ്ടില്ലേ? പ്രധാനമന്ത്രി എന്തെല്ലാം നാടകങ്ങൾ അരങ്ങേറി. ഈ ഭൂമിക കണ്ട് നേരിട്ട് ബോധ്യപ്പെട്ട പ്രധാനമന്ത്രി ഫണ്ടിൽ നിന്ന് സംസ്ഥാനത്തിന് 6775 കോടി കൊടുത്തതല്ലാതെ ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി കേരള ഗവൺമെന്റ് സമർപ്പിച്ച പാക്കേജ്, ആ പാക്കേജ് കൊടുക്കാൻ തയ്യാറായോ? നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി പറഞ്ഞില്ലേ ആ എമൗണ്ട് കൊടുക്കാൻ. എമൗണ്ട് കൂടിപ്പോയി എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കണക്ക് പറയാനുള്ള സമയമല്ലെന്ന്. ഇവിടുത്തെ ജനങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള സമയമാണ്. ആ പുനരധിവാസത്തിന് എന്ത് കിട്ടിയാലും മതിയാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കേരള ഗവൺമെന്റ് ചോദിച്ചത് വളരെ കൂടിപ്പോയെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും എമൗണ്ട് പ്രധാനമന്ത്രി കൊടുക്കാൻ പാടില്ലെങ്കിൽ കൊടുക്കാമായിരുന്നില്ലേ? ആലോചിച്ച് നോക്കണം. പ്രധാനമന്ത്രി ഇവിടെ വന്ന് മുതലക്കണ്ണീർ പൊഴിച്ചതല്ലാതെ എന്ത് ചെയ്തു പ്രധാനമന്ത്രി? സംസ്ഥാന ഗവൺമെന്റ് ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ പുനരധിവാസത്തിന് വേണ്ടി എന്ത് ചെയ്തു? നിങ്ങൾ ആലോചിക്കണം. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയാവില്ല. പ്രധാനമന്ത്രി മനസ്സിലാക്കണം, മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ഇപ്പോ വയനാടിന് ഒരു ദുരന്തമുണ്ടായി, അത് നേരിട്ട് കണ്ടു. ഈ മുഖ്യമന്ത്രി എവിടെ, ഈ പ്രധാനമന്ത്രി എവിടെയൊക്കെ പോയി? ഇന്ത്യയിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടി കോടാനുകോടി രൂപ ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ വയനാട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി കോടികൾ കിട്ടിയിട്ട് മുസ്ലിം ലീഗ് 15,000 രൂപ വെച്ച് എല്ലാ വീടുകളിലും കൊടുത്തു, നേരിട്ട് കൊടുത്തു. ചില ആളുകളെ ഏൽപ്പിക്കാൻ ദുരന്ത ബാധിതർക്ക് അത് കിട്ടില്ല എന്ന് കണ്ടിട്ടാണ് ആ പൈസ അങ്ങനെ കൊടുത്തത്. ചുരുക്കി പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു അവിശുദ്ധ ബന്ധം. എന്താണ്? മുഖ്യമന്ത്രിയുടെ മകളെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചത് ആരാണ് വിളിപ്പിച്ചത്? SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. എന്തിനാ വിളിച്ചത്? നോക്കുകൂലി മേടിച്ചത് ആരുടെ കയ്യിൽ നിന്ന്? നമുക്കറിയാം. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന്. ആരാ കണ്ടുപിടിച്ചത്? ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മാത്രം 1,72 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഞങ്ങൾ കൊടുത്തത് ഒരു സേവനവും കിട്ടാതെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ പിണക്കിയാൽ, അദ്ദേഹത്തിന്റെ മകളെ പിണക്കിയാൽ ഒരു കാരണവശാലും
ഞങ്ങൾക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ലെന്നുണ്ട്. ഞങ്ങൾ 1,72,00,000 കൊടുത്തു. ഇപ്പോ ആ കേസ് ഇഡിക്ക് കൈമാറാൻ പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കേ, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി ഡിപ്ലോമാറ്റിക് ബാഗേജ്, പാവങ്ങൾക്ക് വീട് വെക്കാനുള്ള ലൈഫ് പദ്ധതി, അതിൽ ദുബായിലെ റെഡ് ക്രസന്റ് കൊടുത്ത പണത്തിൽ നിന്ന് 4.5 കോടി രൂപ തട്ടിച്ചു. ആരാ തട്ടിച്ചത്? ആർക്കു വേണ്ടിയാ തട്ടിച്ചത്? മുഖ്യമന്ത്രിയുടെ IT സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഇഷ്ടഭാജനമായ സ്വപ്ന സുരേഷ് കൂടി രണ്ടുപേരും ജയിലിൽ കിടന്നില്ലേ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണോ ജയിലിൽ കിടന്നത്? സ്വർണ്ണ തട്ടിപ്പ്, ലൈഫിന്റെ തട്ടിപ്പ്, ഈ 2 തട്ടിപ്പിനല്ലേ അകത്ത് കിടന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോ കണ്ണൂർ ജില്ലയിൽ ഒരു മരണം നടന്നു. ആ മരണം CBIക്ക് വിട്ടുകൊടുത്താൽ, ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് വിട്ടുകൊടുത്താൽ അതൊരു മരണമല്ല, അതൊരു കൊലപാതകമാണ് തെളിയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജീവിതത്തിൽ ഒരിക്കലും കൈക്കൂലി വാങ്ങാത്ത, ജീവിതത്തിൽ ഒരിക്കലും അഴിമതി നടത്താത്ത, അഴിമതിരഹിതനായ പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയായ ഒരു ADM നവീൻ ബാബു എത്ര ധിക്കാരമാണ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചത്! എത്ര അഹങ്കാരമാണ്! അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ ദിവ്യ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പേര് എഴുതി വെക്കാം. അവര് നാട്ടുകാർ പറയുന്നത് ഈ പമ്പിന് വേണ്ടി അപേക്ഷ കൊടുത്തത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ അല്ല. പമ്പിന് വേണ്ടി അപേക്ഷ കൊടുത്തത് ഈ ഇലക്ട്രീഷ്യൻ ഒരു ബിനാമിയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരിയാരം മെഡിക്കൽ കോളേജിലെ പ്യൂണാണ്, പരിയാരം മെഡിക്കൽ കോളേജിലെ അറ്റൻഡറാണ്. ആ അറ്റൻഡറുടെ ഭർത്താവായ, ആ അറ്റൻഡറുടെ ഭാര്യയായ ദിവ്യ പറയുന്നു, എനിക്ക് അമ്മയുണ്ട്, പ്രായമായ അമ്മ, എനിക്ക് മകളുണ്ട്, എന്റെ ഭർത്താവ് അറ്റൻഡറാണ്, എന്റെ അച്ഛന് സുഖമില്ല, അതുകൊണ്ട് മുൻകൂർ ജാമ്യം തരണം. ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കുന്നു. അവിടെ ഈ പറയപ്പെടുന്ന നവീൻ ബാബുവിന് ആൺമക്കളില്ല. നിങ്ങൾ ആലോചിക്കണം. അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അന്ത്യകർമ്മം ചെയ്യേണ്ടത്, ചിതയ്ക്ക് തീ കൊടുത്തേണ്ടത് ആൺമക്കളാണ്. പക്ഷെ ആ കർമ്മം ചെയ്യാൻ ആ പെൺകുട്ടികൾ തയ്യാറായി. ഞങ്ങൾ അച്ഛന് മരണാനന്തര ബഹുമതി കൊടുക്കണം. അതുകൊണ്ട് ഒരു ക്രിയയ്ക്കും മുടക്കം വരുത്. ആൺമക്കൾ ചെയ്യേണ്ട ക്രിയ പെൺമക്കൾ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു ഞങ്ങൾ ഇനിയോടൊപ്പം. പത്തനംതിട്ട മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു ദിവ്യയെ അറസ്റ്റ് ചെയ്യണം. പത്തനംതിട്ട മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു ദിവ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പക്ഷേ കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു ഞങ്ങൾ ഇനിയോടൊപ്പമല്ല, ഞങ്ങൾ കേരളക്കാരോടൊപ്പം, ദിവ്യയോടൊപ്പം. ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, ദിവ്യയുടെ പേരിൽ കേസെടുക്കാൻ പാടില്ല, ദിവ്യയെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല, കളക്ടറെ തൽസ്ഥാനത്ത് നീക്കുന്നില്ല. നിഗൂഢമായ ഒരു മരണം, ദുരൂഹമായ മരണം. ഇത് ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് വിധേയമാക്കിയാൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കപ്പെടും. പലരും കുടുംബം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം, ഒരു കാരണവശാലും ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. 3 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വയനാട്ടിൽ, പാലക്കാട്, ചേലക്കരയിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാർക്സിസ്റ്റ് പാർട്ടി അതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി.
പക്ഷേ രാജിവെച്ചു, അറസ്റ്റ് ചെയ്യുന്നില്ല. ഒരു ത്രാസിൽ രണ്ട് കച്ചവടം. കാട്ടാക്കടപ്പുരയുടെ ഒരു ഗാനമുണ്ട്, മനുഷ്യനാകണം മനുഷ്യനാകണം, ഉയർച്ച താക്കൾക്ക് അതീതമായ സ്നേഹമേ, നിങ്ങൾക്ക് ഞങ്ങൾ പേരിടുന്നു. അതാണ് മാർക്സിസം. ഇതാണോ മാർക്സിസം? മനുഷ്യജീവൻ ഒരേ ജീവനെ എടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ, അവരെ ചോദ്യം ചെയ്യാൻ, അവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാൻ തയ്യാറാക്കുന്ന ഭരണമേ, ഇതിന്റെ പേരാണോ മാർക്സിസം? ഇതിന്റെ പേരാണോ ജനാധിപത്യം? ഇതാ നമ്മുടെ ആത്മഹത്യയായ നേതാവ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ എത്തിച്ചേരാൻ പോകുന്ന പ്രിയങ്കരിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി നാടും നഗരവും ഇളക്കി മറിച്ച് ഇതാ KC വേണുഗോപാലിനോടൊപ്പം ഈ അധ്യക്ഷ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൻ, രാജീവിന്റെ പ്രിയപ്പെട്ട സന്തതി, രാഹുലിന്റെ പ്രിയപ്പെട്ട പെങ്ങൾ, ഒരു ഈച്ച പുതിയ പോലെ ഇതാ പാർലമെന്റ് ഇളക്കി മറിച്ചുകൊണ്ട് ജനസാഗരങ്ങളുടെ ആവേശം പിടിച്ചു വച്ചുകൊണ്ട് ഇതാ പ്രിയങ്ക ഗാന്ധി ശ്രീ KC വേണുഗോപാലിനോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വണ്ടി പോയിക്കോട്ടെ. വണ്ടി വണ്ടി മാറി. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനകരമായ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വയനാടിനെ കാക്കാൻ, ജനങ്ങളെ കാക്കാൻ ഇന്ന് 2 MP-മാരുടെ സാന്നിധ്യമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നമ്മൾ ആനയിക്കാൻ പൊഴുതന നൽകിയതായ ആയിരക്കണക്കിന് ആളുകളുടെ ഈ മഹാസ്വീകരണവും അവരെ കേൾക്കാനുള്ളതായ ഏറ്റവും വലിയ ആഗ്രഹത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ദീർഘമായ ഒരു സംസാരത്തിലേക്കും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ വന്നപ്പോ നമ്മളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എന്റെ കുടുംബത്തെ നല്ലപോലെ നോക്കുന്നവരാണവർ. വയനാടിൽ ഞങ്ങളുടെ കുടുംബമാണ്. നിങ്ങൾക്കൊരു നാഥയുണ്ട്, കുടുംബത്തെ ഏറ്റവും നന്നായി പ്രിയങ്ക നോക്കുമെന്ന് പറഞ്ഞതായിരിക്കുന്ന വാചകം നമ്മുടെ ജനമനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത അനുഭവമാണ്. ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഉന്നാവിലും ഹത്രാസിലും കത്വയിലും നിരവധിയിടങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും സ്ത്രീകളുടെ, കുട്ടികളുടെ അഭിമാന സംരക്ഷണത്തിന്റെ പോരാട്ട മുഖമാണവർ. എല്ലാവരോടും സ്നേഹവായ്പ കാണിക്കുന്നവർ, വൈകാരികമായി ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം പിതാവിനെ കൊല ചെയ്തതായ നളിനിയെ കാണാൻ പോയപ്പോ അവർ പറഞ്ഞതായിരിക്കുന്ന വാചകം, എന്തിനാണ് എന്റെ അച്ഛനെ കൊന്നത്? നിങ്ങൾ സ്നേഹത്തോടു കൂടി പെരുമാറുന്നവരെ നിങ്ങൾ എന്തിനാണ് കൊന്നത്? എന്നിട്ട് അവസാനം പറഞ്ഞു, അച്ഛനില്ലാത്തതിന്റെ വേദന അനുഭവിച്ചവരാണ് ഞാനും രാഹുലും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ആ കുട്ടിക്കൊരു അനാഥത്വം ഉണ്ടാവരുത്, അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഹൃദയവിശാലതയുടെ ഏറ്റവും വലിയ പര്യായമാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി. ഞാൻ ഏറെ ആദരപൂർവ്വം
പഞ്ചായത്ത് UDF കമ്മിറ്റി, നിയോജകമണ്ഡല UDF കമ്മിറ്റി, ആദരണീയനായ KC ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. My dear sisters and brothers, first of all, I would like to thank you from the bottom of my heart for this welcome and for the love and affection that you are giving me. ആദ്യമായിട്ട് എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്വീകരണത്തിനും നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിനും ഇഷ്ടത്തിനും നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today is the first day of my campaign in Wayanad, and from the moment I have landed here, I have been greeted with so much affection, hugs, kisses, everybody is waiting, and I just want to say that I'm really, really grateful. ഇന്ന് വയനാട്ടിലെ എൻ്റെ പ്രചരണത്തിന്റെ ആദ്യ ദിവസമാണ്. ഞാൻ വയനാട്ടിൽ വന്നിറങ്ങിയത് മുതൽ നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് ഉമ്മകൾ തന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി നിങ്ങൾ എന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെയധികം നന്ദിയുണ്ടെന്ന് സന്തോഷമുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You have stood by my brother through his most difficult times. എന്റെ സഹോദരന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ വയനാട്ടുകാരായ നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. This love that you have shown me, I know you have given him as much love. നിങ്ങൾ ഇന്ന് എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം, ഇതുപോലത്തെ സ്നേഹമാണ് നിങ്ങൾ എൻ്റെ സഹോദരന് നൽകിയതെന്ന് എനിക്കറിയാം. In fact, more. അത് മാത്രമല്ല, ഇതിലും കൂടുതൽ സ്നേഹം എൻ്റെ സഹോദരന് നിങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. And I know I'm his sister. I know that he was sad to leave you. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. എനിക്കറിയാം വയനാടിനെ ഉപേക്ഷിച്ചു പോവാൻ അദ്ദേഹത്തിന് എത്രമാത്രം വിഷമമുണ്ടായിരുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. You gave him love at a time when there was a massive campaign against him, orchestrated by the BJP. BJP ആസൂത്രിതമായി അദ്ദേഹത്തിനെതിരെ ഒരു വലിയ പ്രചരണം നടത്തിയ ഒരു സമയത്താണ് നിങ്ങൾ അദ്ദേഹത്തിന് ഇത്രയും സ്നേഹം നൽകിയത്. I don't think that in the entire world there has been a campaign in which so many resources have been put, which has been singularly focused on destroying the reputation of one man. ഒരു വ്യക്തിയുടെ പ്രതിച്ഛായ, ഒരു വ്യക്തിക്ക് സമൂഹത്തിലുണ്ടായ സൽപ്പേര് ഇല്ലാതാക്കാൻ വേണ്ടി ഇത്രയും അധികം വിഭവങ്ങളും പണങ്ങളും എല്ലാം ലോകത്ത് ഒരിടത്തും ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ പ്രചാരണം നടത്താൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. Yet I am proud to say that he faced it with great courage. എന്നാലും ഞാൻ ഇന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്, തനിക്കെതിരെയുള്ള എല്ലാ പ്രചരണങ്ങളെയും എൻ്റെ സഹോദരൻ വളരെയധികം അധികമായ ധൈര്യത്തോടു കൂടി നേരിട്ടു എന്ന് ഞാൻ ഇന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്. When he set off for his Bharat Jodo Yatra across India to walk 4,000 miles in the name of peace and unity, I myself as his sister was wondering where will he get the strength from. അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി ഈ രാജ്യം മുഴുവൻ 4000 കിലോമീറ്റർ ഭാരത് ജോഡോയുടെ ഭാഗമായി സഞ്ചരിച്ചപ്പോൾ ഞാൻ ഒരു സഹോദരി എന്ന നിലയിൽ ഓർക്കുകയായിരുന്നു, ഇതിനു വേണ്ട ധൈര്യം അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിക്കും. But I know now where he got his strength. പക്ഷേ ഇന്ന് എനിക്കറിയാം എൻ്റെ സഹോദരൻ ഈ രാജ്യം മുഴുവൻ നടക്കാൻ വേണ്ട ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഇന്ന് എനിക്കറിയാം. And I know where he got his courage. അദ്ദേഹത്തിന്റെ ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഇന്ന് എനിക്കറിയാം. He got it from each one of you. അദ്ദേഹത്തിന്, എൻ്റെ സഹോദരന് അദ്ദേഹത്തിന്റെ ധൈര്യം കിട്ടിയത് ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരിൽ നിന്നുമാണ്. You held him and you gave him the courage to walk. You gave him the courage to face everything with great strength. നിങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അദ്ദേഹം നേരിട്ട എല്ലാത്തിനെയും നേരിടാനുള്ള ധൈര്യത്തോടുകൂടി നേരിടാനുള്ള കരുത്ത്, ഈ രാജ്യം മുഴുവൻ നടക്കാനുള്ള കരുത്ത് നിങ്ങൾ വയനാട്ടുകാർ അദ്ദേഹത്തിന് നൽകി. And that to me is what true politics is about. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. That is what honest politics is about. അതാണ് സത്യസന്ധമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. And that is what a relationship between a leader and the people should be.
ഒരു നേതാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്കിത് മനസ്സിലാകുന്നത്. It's not about how much power you have, how many governments, it's not all that. It is in its own way. That is the practical side. But more than anything else, there is a deeper side. And that is the relationship between you and the people that you elect to power. രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്ര അധികാരം നിങ്ങൾക്കുണ്ട്, എത്ര ഗവൺമെന്റ് നിങ്ങൾക്കുണ്ട്, അത് മാത്രമല്ല അതൊക്കെ പ്രായോഗികമായ ഒരു വശമാണ്. പക്ഷെ അതിലെല്ലാം ഉപരിയായി നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളും നിങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ് രാഷ്ട്രീയം എന്ന് ഞാൻ കരുതുന്നു. And without that basis, that mutual respect between them, between you, between your leaders, between the politicians who work for you, those who work in service of you, between that basic relationship of honesty and respect, without that, I don't believe there is any worth of being in power. ഞാനൊരു കാര്യം പറയട്ടെ, ജനങ്ങളും അവരെ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് ഈ രാഷ്ട്രീയത്തിന്റെ അടിത്തറ. അതല്ലാതെ അധികാരം കൊണ്ട്, ഈ ബന്ധമില്ലാതെ അധികാരം കൊണ്ട് ഒരു അർത്ഥവുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. Without that relationship, without that respect, there can be no understanding of what your true issues are. ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധമില്ലാതെ ഒരിക്കലും രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായി നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. And if there is no understanding and there is no respect, then just like what we are seeing today, the BJP is in power at the center. All its policies are directed towards helping a few businessmen friends. ജനങ്ങളോടുള്ള ബഹുമാനം, ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലാക്കലും ബഹുമാനവും ഇല്ലാത്തതിന്റെ ഫലമാണ് ഇന്ന് BJP അധികാരത്തിൽ ഇരിക്കുന്നത് പോലെ. BJPയുടെ എല്ലാ നയങ്ങളും എന്ന് പറയുന്നത് BJPയുടെ വ്യവസായികളായ കുറച്ച് സുഹൃത്തുക്കളെ, അതിസമ്പന്നരായ സുഹൃത്തുക്കളെ സഹായിക്കാൻ മാത്രമുള്ളതാണ്. And because they lack that basic respect for the public and for people, they also lack respect for the constitution and the values on which our nation was built. BJP ഗവൺമെന്റിന് ഈ രാജ്യത്തെ ജനങ്ങളോട്, പൊതുജനങ്ങളോട് അടിസ്ഥാന ബഹുമാനമില്ലാത്ത ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യത്തോടും അവർക്ക് അടിസ്ഥാനപരമായി ഈ രാജ്യത്തെ ഭരണഘടനയോടും അവർക്ക് ബഹുമാനമില്ല. So in state after state, they will take lands away from the tribal peoples and give it to their businessmen friends. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും ഒന്നിനു പുറകെ ഒന്നൊന്നായി ഈ രാജ്യത്തെ ആദിവാസികളിൽ നിന്ന് ഭൂമി കയ്യേറി അവർ ആർക്ക് കൊടുക്കുന്നു? അവരുടെ ബിസിനസ്സുകാരായ വ്യവസായികളായ സുഹൃത്തുക്കൾക്ക് നൽകുന്നു. You work hard in the fields, you work day and night, and yet you are ignored. Policies are not made to strengthen agriculture, to strengthen the farmer community. You have been promised MSP again and again for your crops, but you don't get it. നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിൽ രാവും പകലും വളരെയധികം അധ്വാനം ചെയ്യുന്നു, പക്ഷെ നയങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് മിനിമം താങ്ങുവില നൽകാം എന്ന് വീണ്ടും വീണ്ടും വാഗ്ദാനം ചെയ്യുന്നു, പക്ഷെ ഗവൺമെന്റ് കർഷക സമൂഹത്തെ സഹായിക്കുന്ന ഒരു നയപരിപാടികളുമായി മുൻപോട്ട് വരുന്നില്ല. There are only two things that the BJP government is busy doing. One, making its rich businessmen friends even richer and handing all the resources of the government and the country to them. And the second, dividing people so that they can stay in power. BJP ഗവൺമെന്റ് ഈ രാജ്യത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാജ്യത്തെ വിഭവങ്ങൾ മുഴുവൻ അവരുടെ അതിസമ്പന്നരായ കുറച്ച് വ്യവസായി സുഹൃത്തുക്കൾക്ക് നൽകുക. രണ്ടാമത്തേത്, ഈ രാജ്യത്തെ വിഭജിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് BJP ഗവൺമെന്റ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. So what is this fight that my brother has been fighting for the last 10 years, that all of us have been fighting? അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ്. We are fighting for the essence of our nation. നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സത്തയ്ക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ കാതലിന് വേണ്ടിയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. For democracy. നമ്മൾ ജനാധിപത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. For equality. നമ്മൾ സമത്വത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടിയാണ് പോരാടുന്നത്. And we are fighting for the truth. നമ്മൾ സത്യത്തിന് വേണ്ടി കൂടിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. Here in Wayanad, you are an example of our country's sheer beauty.
ഈ വയനാട്ടിലെ നിങ്ങൾ ഇത്തരം ഈ രാജ്യത്തിന്റെ മനോഹരമായ സൗന്ദര്യത്തിന്റെ ഉദാഹരണങ്ങളാണ്. In every way. എല്ലാ അർത്ഥത്തിലും. There is immense natural beauty here. The jungles, the forests and everything in them. വയനാട്ടിൽ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമുണ്ട്. നിങ്ങളുടെ വനങ്ങൾ, കാടുകൾ എല്ലാം കൂടി ചേർത്ത് മനോഹരമായ പ്രകൃതി സൗന്ദര്യം ഇവിടെയുണ്ട്. But there's also beauty of the spirit. അത് മാത്രമല്ല വയനാട്ടിന്റെ ചൈതന്യത്തിനും അതിമനോഹരമായ ഒരു സൗന്ദര്യമുണ്ട്. I've seen it with my own eyes when I came to visit the people affected by the landslide a few months ago. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ചൂരൽമലയിൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ മനുഷ്യരെ കാണാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ ആ ചൈതന്യത്തിന്റെ സൗന്ദര്യം ഞാൻ കണ്ടതാണ്. I saw how you came together as a community, as a people. It didn't matter which religion you were from. It didn't matter what your profession was, whether you're a teacher, whether you're a doctor, whether it was just normal people, housewives, everybody was doing whatever they could to help those who were suffering. നിങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ എങ്ങനെ ഒരുമിച്ച് വന്നു? നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളായിക്കൊള്ളട്ടെ, ഏത് ജോലി ചെയ്യുന്ന ആളാവട്ടെ, ഡോക്ടർ ആവട്ടെ, ടീച്ചർ ആകട്ടെ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരാവട്ടെ, എല്ലാവരും ഒരുമിച്ച് വന്ന് പരസ്പരം സഹായിക്കാൻ എങ്ങനെ ഒരുമിച്ച് വന്നു എന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. And that is the spirit that has always made our nation great. ഈ ഒരു സ്പിരിറ്റ്, ഈ ഒരു ചിന്താഗതി, ഈ ഒരു ചൈതന്യമാണ് നമ്മുടെ ദേശത്തെ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഈ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ദേശത്തെ എല്ലാ കാലവും മഹത്തരമാക്കി നിലനിർത്തിയിട്ടുള്ളത്. That is the spirit which is alive within you, each one of you. ആ ഒരു ചിന്തയാണ്, ആ ഒരു ആത്മവീര്യമാണ്, ആ ഒരു ചൈതന്യമാണ് നമ്മൾ ഓരോരുത്തരിലും ഉള്ളതും നിങ്ങൾ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്നതും. And that is just the spirit that divisive politics wants to destroy. ഈ മനുഷ്യന്റെ ഉള്ളിലെ ഒരുമിച്ച് നിൽക്കുന്ന ഈ ചിന്താഗതിയാണ് വിഭജനത്തിന്റെ രാഷ്ട്രീയം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും നശിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതും. They want to spread fear, they want to spread anger, they want to spread hatred. അവർക്ക് വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് ജനങ്ങളുടെ ഇടയിൽ ഭയം, ദേഷ്യം, വിദ്വേഷം ഇതെല്ലാം പടർത്താനാണ് അത് ആഗ്രഹിക്കുന്നത്. So this is the time when all of you must think and look within you. ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കേണ്ട ഒരു സമയമാണ്. And you must decide which side you want to be on. നിങ്ങൾ തീരുമാനിക്കണം, ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ തീരുമാനിക്കണം ഏത് ഭാഗത്താണ് നിങ്ങൾ ഓരോരുത്തരും നിൽക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. Do you want to be on the side of democracy, on the side of the values on which your nation was built? നിങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ വശത്ത് നിൽക്കണോ, ജനാധിപത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണോ? ഈ ദേശത്തെ ഏതൊക്കെ മൂല്യങ്ങൾ കൊണ്ടാണോ നമ്മൾ പടുത്തുയർത്തിയത് ആ മൂല്യങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് നിൽക്കണോ? Or on the side of those who want to destroy everything? അതോ നിങ്ങൾക്ക് നിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഭാഗത്താണോ നിങ്ങൾ നിൽക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കുക. Look at the problems you are facing today. ഇന്ന് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. These are all problems that arise from the same root. ഈ പ്രശ്നങ്ങളെല്ലാം ഒരേ ഒരു ഭാഗത്ത് നിന്ന്, ഒരേ ഒരു വേരിൽ നിന്ന്, ഒരേ ഒരു ഘടകത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. And that root is a politics that does not respect democracy and does not respect the people. അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. ജനങ്ങളെ ബഹുമാനിക്കാത്ത, ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത ഒരു രാഷ്ട്രീയമാണ് നിങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. Nothing is done to help you strengthen the agricultural field. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. Those who are marginalized are becoming more marginalized. പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ അരികിലേക്ക് തള്ളപ്പെടുന്ന ആളുകളെ വീണ്ടും വീണ്ടും സമൂഹത്തിന്റെ അരികിലേക്ക് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. All these small businesses and shopkeepers that I can see over here, all these shops, these small businesses, they have been crippled day after day. You're being told to pay different GSTs for all sorts of different things. You're not able to earn even though you're doing an honest job of trying to build your business. ഇവിടെയുള്ള ധാരാളം ചെറുകിട കടകളുണ്ട്, കൊച്ചു കൊച്ചു കടകൾ ഇവിടെയുണ്ട്, ചെറുകിട കച്ചവടക്കാരുണ്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള GST, ചരക്ക് സേവന നികുതി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള നികുതികൾ കൊടുക്കണം. നിങ്ങൾ സത്യസന്ധമായി വളരെയധികം കഷ്ടപ്പാട് ചെയ്യുന്നുണ്ടെങ്കിൽ, കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. You work hard and you make an honest living and you work hard to educate your children, but there is no prospect of jobs in the future.
നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. പക്ഷെ അവർക്ക് ജോലി കിട്ടി അവർക്ക് മനോഹരമായ ഒരു ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. Young men, young women with BScs and BAs and MAs and MMs are fully educated but still looking for jobs after years of having been educated fully. ഇവിടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, BA പഠിച്ചവരാണ്, BSc പഠിച്ചവരാണ്, MEd പഠിച്ചവരാണ്, MA പഠിച്ചവരാണ്. ഇത്രയും കാലം പഠിച്ചിട്ടും അവർക്ക് ജോലി ലഭിക്കുന്നില്ല. Prices are so high, it's practically impossible to make a living. നമുക്ക് അത്രമാത്രം വിലക്കയറ്റമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് അസാധ്യമായി മാറിയിരിക്കുകയാണ്. The government wakes up one morning, takes out a law. For example, you have here your ESA. Suddenly you find that your villages are included in it. There's no explanation, no rationale, no proper planning. ഇപ്പൊ പെട്ടെന്ന് ഗവൺമെന്റ് ഒരു ദിവസം വന്ന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുവാണ്. നിങ്ങൾക്ക് എവിടെ അറിയാം ESA പരിസ്ഥിതി ലോല മേഖല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു നിങ്ങളുടെ ഗ്രാമങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനിംഗ് ഇല്ല, ഒരു ആസൂത്രണം ഇല്ലാതെയൊക്കെയാണ് ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. Such a big disaster happens, you lose your livelihoods, whole families get washed away. ഇവിടെ ഒരു ഇത്രയും വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തം നടന്നു. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു. ഒരുപാട് ജീവിതങ്ങൾ ആ വെള്ളം എടുത്തുകൊണ്ട് ജീവിതങ്ങൾ ഒലിച്ചുപോയി, നഷ്ടമായി പോയി. And because of petty politics, the government doesn't send you funds to help you. അത് മാത്രമല്ല, വെറുതെ ലാഘവമുള്ള രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഈ അവസ്ഥയെ നേരിടാൻ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ട ഫണ്ട്, സാമ്പത്തിക സഹായം നൽകുന്നില്ല. Funds which are your right. ഈ സാമ്പത്തിക സഹായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ട സഹായം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. Compensation that truly belongs to you. ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. Similarly, you have been asking for years for a medical college. അത് മാത്രമല്ല, വർഷങ്ങളായി വയനാട്ടിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. And because of petty politics, a board is put outside the college saying medical college, but no facilities are given. അത് മാത്രമല്ല, ഈ പറയുന്ന ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം കളിച്ച് ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് ഉണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജിന്റെ ഒരു സൗകര്യവും ഇല്ല. You have such a massive issue of man-animal conflict. നിങ്ങൾക്ക് ഇവിടെ മനുഷ്യ-വന്യജീവി സംഘർഷം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം നിങ്ങൾ വയനാട്ടിൽ നേരിടുന്നുണ്ട്. Proper steps are not taken towards a resolution. അത് പരിഹരിക്കാൻ വേണ്ട കൃത്യമായ നടപടികൾ ഇതുവരെ എടുത്തിട്ടില്ല. This is what happens when you have a government that is only interested in remaining in power and has no respect for the public. ഇതാണ് സംഭവിക്കുന്നത്. അധികാരത്തിൽ ഇരിക്കാൻ മാത്രം താല്പര്യമുള്ള, ജനങ്ങളോട് ബഹുമാനം അല്പം പോലും ഇല്ലാത്ത ഒരു ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. So I am asking you to support me in this election so that I can raise your voice and pressurize the government to resolve your issues. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അതായത് അതിന്റെ ഫലമായിട്ട് ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്താവുന്നവർക്ക് ഉയർത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റിന്റെ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് ആവശ്യപ്പെടുന്നത്. So that I can fight your fight for you. അതായത് എനിക്ക് നിങ്ങളുടെ പോരാട്ടം, നിങ്ങൾക്ക് വേണ്ടി ആ പോരാട്ടം നടത്താൻ എനിക്ക് സാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് ആവശ്യപ്പെടുന്നത്. Your fight to resolve the issues that plague your daily life and your fight for a democratic country that gives you the rights that are rightfully yours. നിങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പോരാട്ടം. അത് മാത്രമല്ല, ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് അവകാശങ്ങൾ നൽകുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിന് വേണ്ടി പോരാട്ടാനുള്ള നിങ്ങളുടെ പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. The relationship between you and the people that represent you in parliament, in the assemblies, in politics should be one of service. We are all here to serve you. നിങ്ങൾ പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കും ഒക്കെ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ജനപ്രതിനിധികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സേവനത്തിന്റെ ഒരു ബന്ധമായിരിക്കണം. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. If it was not for you, for your support, none of us would be able to stand on this stage and give you speeches. നിങ്ങളില്ലെങ്കിൽ, നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്കും ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് നിങ്ങളോട് പ്രസംഗിക്കാൻ, ഇങ്ങനെ പ്രസംഗങ്ങൾ നടത്താൻ സാധിക്കില്ല. And there is nothing more important for a person who serves you than that they should understand this simple fact.
നിങ്ങളെ സേവിക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന ലളിതമായ യാഥാർത്ഥ്യമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. So many of my journalist friends keep asking me, what are you expecting? How many votes are you expecting? Are you going to win? What is going to be your margin? And I'm not interested in those questions. എൻ്റെ പല പത്രക്കാരായ സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾ എത്ര വോട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്, എങ്ങനത്തെ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്? അവരോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അതിലൊന്നുമല്ല എൻ്റെ താല്പര്യം എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. Because for me, each and every vote is a symbol of my responsibility towards you. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകുന്ന ഓരോ വോട്ടും എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. It's a symbol of your trust in me and my duty towards you. നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസത്തിന്റെ, എനിക്ക് നിങ്ങളോടുള്ള കടമയുടെ ഉത്തരവാദിത്വത്തിന്റെ പ്രതീകമാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഓരോ വോട്ടും. It's a symbol of the fact that from the day you cast that vote, nothing should be more important to me than what matters to you. അത് ഇതിന്റെ പ്രതീകമാണ്. നിങ്ങൾ എന്ന് വോട്ട് ചെയ്യുന്നു അന്നത്തെ ദിവസം മുതൽ എനിക്ക് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതിന്റെ പ്രതീകമാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന ഓരോ വോട്ടും. And if I ever go wrong, it will become a symbol for you to teach me that I am going wrong. എവിടെയെങ്കിലും എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ എനിക്ക് നൽകുന്ന വോട്ട് എനിക്ക് തെറ്റ് പറ്റുന്നു എന്ന് എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾക്കുള്ള ഒരു പ്രതീകമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം, വയനാട്ടുകാർ നിങ്ങളുടെ വിശ്വാസം എന്നിൽ അർപ്പിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. This love that you are giving me is sacred to me. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പാവനമാണ്. And I will always carry it in my heart. അത് വയനാട്ടുകാരായ നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. And I want to tell you what I said in my meeting before this also, that when my son was 13 years old, I went to leave him in a boarding school. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പത്തെ യോഗത്തിലും പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ മകന് 13 വയസ്സുണ്ടായിരുന്നപ്പോൾ മകനെ ഞാൻ ഒരു ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുവിട്ടു. I'm a mother like you, so I cried a lot. 4-5 days I cried. ഞാൻ നിങ്ങളെ പോലെ ഒരു അമ്മയാണ്, അതുകൊണ്ട് മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് 4-5 ദിവസം ഞാൻ കരയായിരുന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞു. I thought someone has taken my heart away from me. അതിന്റെ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോൾ എൻ്റെ ഹൃദയം ആരാണ്ട് എടുത്തുകൊണ്ട് പോയ പോലെ എനിക്ക് തോന്നിയത്. But I left him because it was good for him to learn, to grow. എൻ്റെ മോന് വളരാനും കാര്യങ്ങൾ പഠിക്കാനൊക്കെ അത് വളരെയധികം നല്ലതായിരുന്നത് കൊണ്ടാണ് മകനെ ഞാൻ ആ സ്കൂളിൽ കൊണ്ടുവിട്ടത്. And when I was leaving him, the principal and his wife called me and they said, you know, there are a lot of people from these fancy families who leave their children here, and we just want to tell you that many of them don't come to see their children. So now this is a period of 4 months. You please come at least once. മോനെ കൊണ്ടുപോയിട്ട് വരാൻ നേരത്ത് പ്രിൻസിപ്പൽ എന്താ പറഞ്ഞെന്നറിയോ, ഇങ്ങനെ നിങ്ങളെ പോലെ കുറേ വലിയ കുടുംബങ്ങളിലെ ആളുകളൊക്കെ മക്കളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് പോകും, പിന്നെ അവരെ കാണാൻ വരാറില്ല. ഇത് 4 മാസത്തെ കാര്യമാണ്, നിങ്ങൾ ഈ 4 മാസത്തിനിടയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് മോനെ കാണണമെന്ന് പ്രിൻസിപ്പലും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു. Then after 4 months, when I went to pick up my son, the principal and the wife were there. 4 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ വീണ്ടും വിളിക്കാൻ ചെന്നപ്പോൾ അവിടെ പ്രിൻസിപ്പലും പ്രിൻസിപ്പലിന്റെ വൈഫും അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. And again they said, Priyanka, we want to talk to you. എന്നിട്ട് അവർ പറഞ്ഞു, പ്രിയങ്ക, ഞങ്ങൾക്ക് ഇനിയും നിങ്ങളോട് സംസാരിക്കാനുണ്ട്. So I went to talk to them on the side and they said, can you please stop coming so much? ഈ പ്രാവശ്യം എന്നെ അടുത്ത് വിളിച്ചിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറി നിന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയോ, ദയവേത് നിങ്ങൾ ഇത്രയും പ്രാവശ്യം ഇനി സ്കൂളിൽ വരരുതെന്നാണ് അവരെന്നോട് പറഞ്ഞത്. So you are going to be in the same position. നിങ്ങൾ ആ പ്രിൻസിപ്പലിന്റെ വൈഫിന്റെ അതേ ഭാര്യയുടെ അതേ സ്ഥാനത്ത് നിങ്ങളാവാൻ പോവുകയാണ്. All these people who are telling you, she will not come, she will not come, you will be telling me, please don't come. You are coming too much. ഇവിടെയുള്ള ആളുകളെല്ലാം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇല്ല പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വരില്ല എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ നിങ്ങൾ എന്നോട് പറയാൻ പോവുമായിരിക്കും, ദയവേത് ഇങ്ങോട്ട് ഇത്രയും പ്രാവശ്യം വരില്ലേ എന്നായിരിക്കും നിങ്ങൾ എന്നോട് പറയാൻ പോവുക. So
So I just want to say that I am here. I know Rahul has gone, but in spirit he stays here with you, and our bond will always become only stronger and stronger. And I am here to listen to you, to understand your problems, to fight for you, and to be here by your side. എനിക്കറിയാം ഇന്ന് ഞാൻ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വയനാട്ടിലെ MP ആയിട്ട് രാഹുൽ ഇവിടെ ഇല്ല, പക്ഷേ മനസ്സുകൊണ്ട് അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹവും നമ്മളെല്ലാവരും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുവാനും വേണ്ടിയാണ്, നിങ്ങളുടെ ശബ്ദമാകാനും വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെയുള്ളത്. Thank you very much for being here today, and I would also like to thank Venugopal ji, Chennitala ji, Tharoor ji for coming and attending this meeting, and for all the leaders who are on stage here with me today. Thank you. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിന് വളരെയധികം സന്തോഷം. വേദിയിലുള്ള ചെന്നിത്തല ജി, വേണുഗോപാൽ ജി, തരൂർ ജി ഒക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രീ എബിൻ മുട്ടപ്പള്ളി, കൺവീനർ UDF. UDF